to toilet. Okay. Oh. നന്നായി എഴുതുന്നതാ. അതെ, ഞാൻ ഉമ്മില്ലാത്ത പറഞ്ഞത് ശരിയാക്കില്ല. ഇതൊരു ഹോസ്പിറ്റൽ വ്ളോഗ് കേട്ടോ. അതായത് കൊച്ചിന് ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസം പനിയായിരുന്നു. 1 മാസമായിട്ട് പനിയുണ്ട്. പനി വരും, മരുന്ന് കഴിക്കും, അത് മാറും, പിന്നീടും വരും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പനിയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ അവർ പറഞ്ഞു കഫക്കെട്ടുണ്ട്, അപ്പോൾ അഡ്മിറ്റ് ആക്കണം, എന്നാലാണ് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ കോലഞ്ചേരി ഹോസ്പിറ്റലിലാട്ടോ വന്ന് അഡ്മിറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ കാണണം കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഒരാഴ്ചത്തോണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഇവക്കെന്ന് വെച്ചാൽ ഓൾറെഡി അതിന് അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല, ഫുൾ ടൈം ഓട്ടം ചാട്ടമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറാൻ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ ഇവൾക്ക് ഫോൺ കൈ കിട്ടിയാൽ അത് മതി. ഇന്ന് കംപ്ലീറ്റ് യൂട്യൂബ് ചാനലാണ് കണ്ടുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ഈ ചില വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കും. നീ അപ്പിക്ക് എന്താ പറ്റിയേ? കൊച്ചിന് വേദന എടുത്താവില്ലേ കുത്തിയപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ? പക്ഷെ കൊച്ചു കരഞ്ഞായിരുന്നാ? നല്ലോണം കരഞ്ഞാ? എടി ഭയങ്കര. അപ്പോൾ ഇന്നത്തെ ഉറക്കം കൂടിയാട്ടോ. ഇവിടെ ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉള്ളൂ. അത്യാവശ്യം കിടക്കാം. പിന്നെ മറ്റേ എന്താ പറയുക, തിരിഞ്ഞും പറഞ്ഞും കിടക്കാൻ പറ്റില്ല. അവർ ഇതിനെ ഒറ്റ വെച്ച് കിടക്കാം, ആ ഒരു സെറ്റ് കിടക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ നമ്മളെ ഈ വീട്ടിൽ കിടന്നാലേ കേട്ടോ ഉറക്കം വരുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വീട് മാറി കിടന്നാൽ ഉറക്കം വരിക. എന്തുവാ കണ്ടുപോയി. ലാപ്കൊണ്ട് വീട് കേട്ടോ. നീ ഉറങ്ങലടി നീ അപ്പി. പിന്നെ ഇവൾക്കാണെങ്കിൽ ഉറക്കമില്ല, നമ്മളെ ഉറക്കമില്ല, അവളും ഉറങ്ങില്ല. ഇവളുടെ കൂടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പരിപാടി. എന്താ പറയുക, നമ്മൾ ഉറങ്ങിയാലും നമ്മൾ മേത്തൊന്ന് കയറി ഫുൾ ശല്യപ്പെടുത്തലായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഉമ്മില്ലാത്ത പറഞ്ഞത് ശരിയാക്കില്ല. അങ്ങനെ നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്ത് ഇവള് ഏറ്റവും ഫസ്റ്റ് ഇവളാണ് അണിക്കുന്നത്. അന്നേരം നമ്മളെ വിളിച്ചെടുപ്പിക്കണം. പിന്നെ എൻ്റെ ഇടയിൽ പിന്നെ ഡോക്ടർക്ക് വന്നു, ഓൾറെഡി ചെക്കപ്പിന് വന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല, 2 ദിവസം കിടക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് ഇവള് പല്ലേക്കണ പരിപാടിയാണ്. പല്ലേക്കാൻ ഭയങ്കര മടിയാണ്. പല്ലേ അഞ്ച്.
പിന്നീട് ഡെയിലി പല്ലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പല്ലൊന്നുമില്ല. കംപ്ലീറ്റ് മിഠായി തീറ്റാണ്. മിഠായി തിന്ന് ഫ്രണ്ടിൽ പല്ല് കംപ്ലീറ്റ് പോയേക്കാട്ടോ. ഓക്കേ ഓക്കോ. അങ്ങനെ പല്ലുതപ്പെല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് മേടിക്കാനുള്ള പരിപാടിയിലാട്ടോ. ഇനി ഇവർക്ക് നേരെ ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി. ഇവളാണെങ്കിൽ നടക്കൂല കേട്ടോ. ഇവളുടെ മെയിൻ പരിപാടി അതാ. എവിടെയെങ്കിലും പോയാൽ നടക്കൂല, നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയാലും പണിയാണ്. മീൻസ് ഐസ്ക്രീമും ചോക്കോബാറും തന്നെ മേടിച്ച് കഴിക്കുള്ളൂ. അത് കഴിച്ചിട്ടാണ് ഈ പറഞ്ഞ കഫക്കെട്ട് വന്നത് കേട്ടോ. അന്ന് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനി ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ പരിപാടിയിലാണോ. പിന്നെ ഈ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് നൂഡിൽസ് മതി. അതുകൊണ്ടാണ് വാശി പിടിച്ചിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് നൂഡിൽസ് ഇപ്പോൾ കിട്ടില്ല. നമുക്ക് വൈകുന്നേരമൊക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്കുള്ള ഫുഡെല്ലാം മേടിച്ചു കൊടുത്തു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി ജോലിക്കുള്ള പരിപാടിയിലാട്ടോ. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ഇന്ന് ബസ്സിനാണ് വന്നത്. അപ്പോൾ തിരിച്ച് ബസ്സിന് തന്നെ പോകണം. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. അങ്ങോട്ട് ബസ് സ്റ്റോപ്പ് താഴത്താണ്. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് ഡേ കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വീണ്ടും തിരിച്ചു ചെല്ലണം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ രാത്രി കിടന്നാലും നമുക്കിവിടെ കിടക്കാനും പറ്റില്ല. മീൻസ് 2:30 ആകുമ്പോൾ ഓൾറെഡി നഴ്സുമാരും ചെക്കപ്പിനും മരുന്നിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ രാത്രി നിൽക്കില്ല, രാവിലെ വന്നിട്ട് പോകും. ആ ഒരു സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസെല്ലാം കാണണം. മാക്സിമം ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം കേട്ടോ. എങ്കിലാണ് എനിക്കിനി കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞോളം തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്.